ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLBയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചന സഹോദരങ്ങളോട് പറയുന്നു, ചിന്നു ഇതുവരെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടില്ല, ക്ലാസ് കഴിഞ്ഞ് കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് പോകുമെന്നാണ് മഞ്ജു പറയുന്നത്. പക്ഷേ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പറയുകയാണ്, നേരെ ഇത്രയായിട്ട് എന്താ ചിന്നുവിന് ഇതുവരെ കാണാത്തതെന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുകയാണ് അർച്ചനയോട്, ഫോൺ വിളിച്ച് ചോദിക്കുക അവളെ എന്ന് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഞാൻ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല, കുറച്ച് മുന്നേ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് പറയുന്നത് എന്ന് അർച്ചന പറയുകയാണ്. അനന്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് രമ്യയോടും മഞ്ജുവിനോടും ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്തെടുക്കുമായിരുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോൾ മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, അവൾ ക്ലാസ് കഴിഞ്ഞ് വന്നില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിച്ച് പറയണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് രമ്യ നീ എന്തോന്നും മിണ്ടാത്തതെന്ന് ചോദിക്കുമ്പോൾ രമ്യ പറയാണ്, ചിന്നു വന്നോളെന്ന് മഞ്ജു ചേച്ചിയാണ് പറഞ്ഞത് എന്നോട് എന്ന് പറയുന്നു. ശരിക്കും അച്ചു കുളിച്ചിട്ട് വരികയാണ്. അച്ചു വന്ന് ചോദിക്കുകയാണ്, ചിന്നു ഇതുവരെ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, വന്നെങ്കിൽ ഇവിടെ കാണില്ലേ എന്ന് പറയുന്നു. അപ്പം മഞ്ജു പറയുകയാണ്, കൂട്ടുകാരിയോട് സംസാരിച്ചിരുന്ന് സമയം പോയത് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് പറയുന്നു. അപ്പോൾ അനന്ത് ദേഷ്യത്തോട് മഞ്ജു എന്ന് വിളിക്കുകയാണ്. അർച്ചന മഞ്ജുവിനോട് ചോദിക്കുകയാണ്, ഏത് കൂട്ടുകാരിയുടെ അടുത്ത് പോകുന്ന പറഞ്ഞത്, നമുക്ക് ആ കുട്ടീനെ വിളിച്ച് അന്വേഷിക്കാം എന്ന് പറയുന്നു. അപ്പോൾ മഞ്ജു പറയണ്, ഏത് കൂട്ടുകാരിയാണെന്നൊന്നും എനിക്കറിയില്ല, അതൊന്നും എന്നോട് പറഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പോൾ അർച്ചന ചോദിക്കുകയാണ്, അതൊക്കെ അന്വേഷിക്കണ്ടേ മഞ്ജു, അതൊക്കെ ആരാ എന്താണെന്നൊക്കെ ചോദിക്കണ്ടേ എന്നും അർച്ചന പറയുകയാണ്. അപ്പോൾ അച്ചു അർച്ചനയോട് ചോദിക്കുകയാണ്, ചേച്ചി അനുപമ എന്ന് പറയുന്ന ഒരു കുട്ടിയില്ലേ, അവളുടെ കൂട്ടുകാരി, ചിലപ്പോൾ അവളുടെ അടുത്തേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്നാ പറയുന്നു. അപ്പോൾ അർച്ചന പറയുന്നത് ശരിയാണ്, അവൾക്ക് അനുപമ എന്നൊരു കൂട്ടുകാരിയുണ്ട്, എൻ്റെ അടുത്ത് അവളുടെ നമ്പർ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്പർ എടുക്കുകയാണ്. സമയം മഞ്ജു പ്രാർത്ഥിക്കുകയാണ് ആ കുട്ടിയുടെ നമ്പർ കിട്ടരുതേ എന്ന്. അതിനുശേഷം അർച്ചന ആ കുട്ടിയെ, അനുപമ എന്ന കുട്ടിയെ വിളിക്കുന്നു. ഫോൺ എടുത്തതിന് ശേഷം അർച്ചന പറയുകയാണ്, ഞാൻ ചിന്മയുടെ അമ്മയാണ് അർച്ചന, നിങ്ങളുടെ ആനിമേഷൻ കോഴ്സ് എന്തായി, നിന്നെ കണ്ട് സംസാരിക്കണമെന്ന് ചിന്നു പറഞ്ഞിരുന്നു എന്ന് പറയണം. അപ്പം അനുപമ പറയണം, കാണണമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ഇന്നലെ ഇന്നുമായിട്ട് കണ്ടിട്ടില്ല, ചിന്നു ക്ലാസ്സിലേക്ക് വന്നിട്ടില്ല എന്ന് പറയണം. അത് കേട്ട അർച്ചന ഷോക്കായി നിൽക്കുകയാണ്. അർച്ചന ഫോണ് കട്ട് ചെയ്യുകയാണ്. അനുപമ ഹലോ ആൻറ്റി എന്ന് വിളിക്കുന്നുണ്ട്. അതിനുശേഷം മുകുന്ദൻ അർച്ചനയോട് ചോദിക്കുകയാണ്, എന്തായി ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, ചിന്നു അവിടെ പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന ഷോക്കായി നിൽക്കുകയാണ്. ശേഷം അമ്പലത്തിൽ ചന്ദ്ര പൂമാല കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് ചിന്നു വന്നിട്ട് വിജയശങ്കറിനോട് ചോദിക്കുകയാണ്, ചെറിയമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ വിജയശങ്കർ ചെറിയമ്മ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നു. ചിന്നു ചന്ദ്രയോട് പോയിട്ട് ചെറിയമ്മ എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുകയാണ്, പൂജ കഴിയാതെ പോകാൻ പറ്റില്ല എന്നല്ലേ പൂജാരി പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. പറയുകയാണ്, പൂജയിൽ പങ്കെടുക്കാതെ പോയാൽ അത് ദോഷമാണ്, ചിന്നുമോൾക്ക് വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം ചെയ്യുന്നു എന്ന് പറയുന്നു. പറയാണ്, വീട്ടിലെ അമ്മ അറിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്ര പറയാണ്, എന്തായാലും പ്രശ്നമായി എന്നല്ലേ പറയുന്നത്, അപ്പോൾ എന്തായാലും പൂജ കഴിഞ്ഞിട്ട് പോവാം എന്ന് പറയാണ്. ചിന്നുവിനോട് പറയാണ്, ഒരു പുണ്യകർമ്മത്തിനല്ലേ വന്നത്, ഇനിയിപ്പോൾ ഞങ്ങളുടെ കൂടെ വന്നതെങ്കിൽ അതിനും ഒരു വഴിയുണ്ട്, നമുക്ക് സീതമ്മയെ കൊണ്ട് അമ്മയെ വിളിക്കാം എന്ന് പറയുകയാണ്. പറഞ്ഞിട്ട് ഞാൻ ഈ പൂമാല കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പൂമാല കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ശേഷം ചന്ദ്ര ഒരു കാട്ടിനുള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ രണ്ട് ആൾക്കാർ വരികയാണ്, ഒരു സ്ത്രീയും പുരുഷനും കൂടിയും തീപ്പന്തം കൊളുത്തിയിട്ട് വരികയാണ്. ചന്ദ്ര അവരോട് ചോദിക്കുകയാണ്, ഇതൊക്കെ എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ രണ്ടാൾക്കാർ പറയുകയാണ്, ആ കുട്ടിയെ പേടിപ്പിക്കാനാണെന്ന്. അവരോട് പറയുകയാണ്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ ആ കുട്ടിയെ വിളിച്ചിട്ട് ആ രുദ്രമൂർത്തിയുടെ അടുത്തേക്ക് വരും, കൊടുന്നാക്കിയിട്ട് ഞാൻ വേഗം സ്ഥലം വിടും, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടിയെ പേടിപ്പിക്കണമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുകയാണ്, വെറുതെ പേടിച്ചാൽ പോരാ, അവളെ പേടിച്ച് ഓടണമെന്ന് പറയുന്നു. അപ്പോൾ അയാൾ പറയുകയാണ്, കാട്ടിൻ്റെ പുറത്തേക്ക് ആ കുട്ടിയെ പേടിച്ച് ഓട്ടിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയാണ്, കാട്ടിൻ്റെ പുറത്തേക്കല്ല, കാട്ടിൻ്റെ ഉള്ളിലേക്കാണ് അവളെ
ഓട്ടിക്കേണ്ടത് എന്ന് പറയുന്നു. അപ്പോൾ അയാൾ അത് ശരി എന്ന് പറയുകയാണ്. ശേഷം ചന്ദ്ര ചോദിക്കുകയാണ് ഇതിനുള്ളിൽ കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയണം കുറച്ച് ഉള്ളിലേക്ക് പോയാൽ ആനയുണ്ട്, പിന്നെ കുറുക്കനും കരടിയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുകയാണ് അത് മതി, ബാക്കിയെല്ലാം അവളുടെ വിധി പോലെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്യാഷ് എടുത്തിട്ട് അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ചന്ദ്ര പോവുകയാണ്. അതിനുശേഷം രമ്യ ഫോൺ എടുത്തിട്ട് ആരോ വിളിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജു വന്നിട്ട് ചോദിക്കുകയാണ് അനന്തു ഏട്ടനും മുകുന്ദനും വിളിച്ച് രമ്യ എന്ന് ചോദിക്കുമ്പോൾ രമ്യ പറയുകയാണ് ഇല്ല, വിളിച്ചിട്ടില്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല, എല്ലായിടത്തും അന്വേഷിക്കുമായിരിക്കും എന്ന് പറയുകയാണ്. അതിനുശേഷം അർച്ചന വരികയാണ്. അർച്ചന വന്നിട്ട് പറയുകയാണ് നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നു. രമ്യ പറയുകയാണ് അത് ശരിയാ, അത് തന്നെയായിരിക്കും നല്ലത്, ഓരോ ദിവസം എന്തൊക്കെ വാർത്തകളാണ് ഇന്ന് വരുന്നത് എന്ന് രമ്യ പറയുമ്പോൾ മഞ്ജു പറയുകയാണ് നീ ഒന്നും മിണ്ടാതിരിക്കുക രമ്യയെ, വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാതെ എന്ന് പറയുന്നു. അർച്ചനയോട് പറയുന്നു ചിന്നു നിങ്ങൾ വരും ചേച്ചി എന്ന് പറയുമ്പോൾ അർച്ചന പറയണേ എത്ര നേരം വെച്ചിട്ടാണ് ഇങ്ങനെ അവളെ കാണാതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ മഞ്ജു പറയുകയാണ് നമ്മൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള എല്ലാവരും അറിയും, പിന്നെ അത് നമുക്ക് മോശമല്ലേ എന്ന് പറയുകയാണ്. രമ്യ പറയുകയാണ് അതും ശരിയാണ്, ഒരു വാർത്ത കേട്ടാൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയാലോ, പൊടുപ്പും തൊങ്ങലും വെച്ചിട്ട് ആൾക്കാർ പലതും പറഞ്ഞുണ്ടാക്കും എന്ന് പറയുകയാണ്. അപ്പോൾ മഞ്ജു വിചാരിക്കുകയാണ് ഇത് ഇത്രയും വലിയൊരു കുരുക്കാവുമെന്ന് വിചാരിച്ചില്ല ഈശ്വര എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോഴാണ് അർച്ചനയ്ക്ക് എന്തോ ഓർമ്മ വരുന്നത്. കുറച്ച് ദിവസം മുന്നേ ചിന്നു അർച്ചനയോട് ഞാൻ അച്ഛനെ കാണാൻ പോയാൽ എന്താ അമ്മയ്ക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. അർച്ചന അപ്പം മഞ്ജുവിനോട് രമ്യയോടും പറയുകയാണ് ചിലപ്പോൾ ചിന്നു അവിടെ പോയതായിരിക്കുമോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ് എവിടെ പോയതാന്ന്. അപ്പോൾ അർച്ചന പറയുകയാണ് വിജയ് ശങ്കറിനെ കാണാനെന്ന്. അപ്പോൾ രമ്യ പറയുകയാണ് അങ്ങനെ അവൾ പോകുമോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ വിജയ് ശങ്കർ അവളെ വിളിച്ചുകൊണ്ട് പോയതാണെങ്കിലോ എന്ന് അർച്ചന പറയുകയാണ്. ചന്ദ്രകാന്തത്തിൽ പോയി നോക്കാം എന്ന് പറയുമ്പോൾ മഞ്ജു പറയുകയാണ് എന്തായാലും രണ്ടാൾക്കാർ അന്വേഷിച്ചു പോയിട്ടുണ്ടല്ലോ, അവർ വരട്ടെ എന്ന് പറയുന്നു. അതിനുശേഷം അർച്ചന ഉള്ളിലേക്ക് പോവുകയാണ്. പിന്നാലെ തന്നെ രമ്യയും പോണു. അപ്പോൾ മഞ്ജു പറയുകയാണ് ദൈവമേ ആ പെണ്ണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ വന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം ചിന്നുവിനെയാണ് കാണിക്കുന്നത്. ചിന്നു വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ചന്ദ്ര വരികയാണ്. ചിന്നു വായോ നമുക്ക് രുദ്രമൂർത്തിയുടെ അടുത്ത് വിളക്ക് കൊളുത്തിയിട്ട് വരാമെന്ന് പറയുമ്പോൾ ചിന്നു പറയുകയാണ് അവിടെ നല്ല ഇരുട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നു അതിനല്ലേ നമ്മളടുത്ത് വിളക്കുള്ളത് എന്ന് പറയുമ്പോൾ ചിന്നു പറയുകയാണ് നമുക്ക് അച്ഛനെ കൂടി വിളിച്ചാലോ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുകയാണ് വിജയ് അവിടെ നല്ല തിരക്കിലാ എന്ന് പറയുകയാണ് കുടുംബത്തിലെ ഏറ്റവും മൂത്ത കുട്ടി ചിന്നുവല്ലേ, അപ്പോൾ ചിന്നു വേണം വിളക്ക് തെളിയിക്കാൻ, ഞാൻ കൂടിയില്ലേ, ധൈര്യമായിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ചിന്നുവിനെ രുദ്രമൂർത്തിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അതിനുശേഷം ചിന്നുവിനെ ഭയപ്പെടുത്താൻ വന്നിട്ടുള്ള രണ്ടാൾക്കാരെയാണ് കാണിക്കുന്നത്. പേടിപ്പിക്കാനായിട്ട് അവർ രണ്ടുപേരും ഒരു മുഖംമൂടി ധരിച്ചിട്ട് വരുന്നു. അതിനുശേഷം ബിന്ദുവും മുകുന്ദനും കൂടിയിട്ട് വീട്ടിലേക്ക് വരുന്നു. അപ്പോഴേക്കും അർച്ചനയും അച്ഛനും കൂടിയിട്ട് വീട്ടിൻ്റെ പുറത്തേക്ക് വന്നിട്ട് അച്ചു ചോദിക്കുകയാണ് എന്തായി, എന്തെങ്കിലും ചിന്നുവിനെ കുറിച്ച് വിവരം കിട്ടിയെന്ന് ചോദിക്കുന്നു. എന്ത് പറയുകയാണ് പറ്റാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു, ഒരു വിവരം കിട്ടിയില്ല എന്ന് പറയുന്നു. അതിനുശേഷം മുകുന്ദൻ പറയുകയാണ് ആനിമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഇന്ന് ചിന്നു പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അർച്ചന ഞെട്ടി തരിച്ച് നിൽക്കുകയാണ്. അച്ചു മഞ്ജുവിനോട് ചോദിക്കുകയാണ് രാവിലെ അവൾ ക്ലാസ്സിലേക്ക് പോകാമെന്നല്ലേ പറഞ്ഞിട്ട് പോയതെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയണം അതെ എന്ന് പറയുന്നു. അപ്പോൾ അനന്ത് പറയാണ് എന്തായാലും നമുക്ക് എത്ര നേരമായാലേ പോലീസിൽ വിവരം അറിയിക്കുക എന്ന് പറയുമ്പോൾ അർച്ചന പറയുകയാണ് ഇപ്പം വേണ്ട, അതിനു മുന്നേ എനിക്ക് വേറൊരു സ്ഥലത്ത് അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ മുകുന്ദൻ ചോദിക്കുകയാണ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ് ചന്ദ്രകാന്തത്തിൽ അന്വേഷിക്കുക എന്ന് പറയുകയാണ്. ശേഷം അച്ചുവിനോട് ബൈക്ക് എടുക്ക് നമുക്ക് പോവാം എന്ന് അർച്ചന പറയുമ്പോൾ മുകുന്ദൻ പറയുകയാണ് ചേച്ചി ഞങ്ങളും വരാമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു വേണ്ട, ഞാനും അച്ചുട്ടനും കൂടി പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവർ പോവുകയാണ്.
ശേഷം ചന്ദ്രയും ചിന്നുവും കൂടിയിട്ട് ആ കാട്ടിനുള്ളിൽ വിളക്ക് കൊളുത്താൻ പോവുകയാണ്. എന്നിട്ട് ചന്ദ്ര പറയണ മോളെ വിളക്ക് കൊളുത്തു എന്ന് പറയുമ്പോൾ ചിന്നു വിളക്ക് കൊളുത്തുകയാണ്. എന്നിട്ട് ചിന്നു തിരികെ വിളക്ക് ചന്ദ്രയുടെ അടുത്ത് കൊടുക്കുന്നു. അപ്പോൾ ചന്ദ്ര പറയണ മോളെ നന്നായി പ്രാർത്ഥിക്കുക എന്ന് പറയുകയാണ്. ചിന്നു നല്ലോണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ചന്ദ്ര വേഗം പോവുകയാണ്. അപ്പോഴേക്കും ആ രണ്ടാൾക്കാരും മുഖംമൂടി ധരിച്ചിട്ട് വരികയാണ്. ചിന്നു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അറിയാണ് കാറ്റടിച്ചിട്ട് വിളക്ക് കെടില്ലായിരിക്കും അല്ലേ ചെറിയമ്മ എന്ന് ചോദിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ചന്ദ്രയെ അവിടെ കാണുന്നില്ല. ചിന്നു അപ്പോഴേക്കും പേടിക്കുകയാണ്. അവിടേക്ക് ആ രണ്ടാൾക്കാർ മുഖംമൂടി ധരിച്ചിട്ട് വരുന്നുണ്ട്. ചിന്നു ആണെങ്കിൽ ചെറിയമ്മ എന്ന് വിളിച്ചിട്ട് ചന്ദ്രയെ അന്വേഷിക്കുന്നു. അപ്പോഴാണ് ആ രണ്ട് മുഖംമൂടി ധരിച്ച ആൾക്കാർ ചിന്നുവിൻ്റെ മുന്നിലേക്ക് വരുന്നത്. ചിന്നു അപ്പോൾ പേടിച്ചിട്ട് അലറുന്നുണ്ട്. എല്ലാം കണ്ടുകൊണ്ട് ചന്ദ്ര നിൽക്കുകയാണ്. ചിന്നു കാട്ടിനുള്ളിലേക്ക് പേടിച്ച് ഓടുകയാണ്. ഓടുന്നിടത്തെല്ലാം ഈ രണ്ടാൾക്കാർ മുഖംമൂടി ധരിച്ചു വന്നിട്ട് ചിന്നുവിനെ പേടിപ്പിക്കുന്നുണ്ട്. ചന്ദ്ര അപ്പോൾ പറയുകയാണ് പെണ്ണിൻ്റെ ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ, ആ പെണ്ണ് കാട്ടിനുള്ളിൽ അകപ്പെട്ടു എന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര സന്തോഷിക്കുന്നുണ്ട്. ശേഷം ചന്ദ്രകാന്തം കാണിക്കുന്നു. ചന്ദ്രകാന്തത്തിൽ വിമലയും ആരോമലും മാത്രമാണ് ഉള്ളത്. അപ്പോഴേക്കും അവിടേക്ക് അച്ചുവും അർച്ചനയും കൂടി വരികയാണ്. അപ്പോൾ അച്ചു അർച്ചനയോട് പറയുകയാണ് ഇവിടെയൊന്നും ആരും ഉള്ള ലക്ഷണമില്ലല്ലോ എന്ന് പറയുമ്പോൾ അർച്ചന പറയണം എനിക്കും അത് തന്നെയാണ് തോന്നുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അതുവഴി ഒരാൾ പോകുന്നുണ്ട്. അച്ചു അയാളോട് ചോദിക്കും ഇവിടെ ആരും ഇല്ല ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ് ഇന്ന് പകലെല്ലാവരും കൂടിയിട്ട് എങ്ങോട്ട് പോകുന്നു കണ്ടു, ഏതോ അമ്പലത്തിലേക്കാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. അപ്പോൾ അർച്ചനയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ് കോടതിയിൽ വെച്ചിട്ട് വിജയ് ശങ്കറിൻ്റെ 2 അസിസ്റ്റൻസ് പറയുന്നുണ്ട് അവർ ഇന്നൊരു അമ്പലത്തിലേക്ക് പോയിരിക്കുക എന്ന് പറയുന്നുണ്ട്. ശങ്കറിൻ്റെ ഒരു അസിസ്റ്റൻ്റ് പറയുകയാണ് ഇപ്പം ക്ഷേത്രത്തിലെത്തി കാണും ആയിട്ടാണ് പോയിരിക്കുന്നത് എന്ന് പറയുന്നു. അങ്ങനെ അതും ഓർത്തുകൊണ്ട് അർച്ചന നിൽക്കുകയാണ്. ശേഷം പൂജാരി പറയുകയാണ് പൂജയിലൊക്കെ നല്ല ഭംഗിയായി തന്നെ നടന്നു, എല്ലാ മാസവും പൂജയിൽ എല്ലാവരും വന്ന് പങ്കെടുക്കണം എന്ന് പറയണം. അപ്പോഴേക്കും ചന്ദ്ര വരികയാണ്. വിജയ് ശങ്കർ ചന്ദ്രയോട് ചോദിക്കുകയാണ് ചിന്നു എവിടെയെന്ന്. അപ്പോൾ ചന്ദ്ര പറയുകയാണ് ചിന്നു ഇവിടെ വന്നില്ല എന്ന് ചോദിക്കുന്നു. അപ്പോൾ പറയുകയാണ് നീയും ചിന്നും കൂടിയല്ലേ രുദ്രമൂർത്തിക്ക് വിളക്ക് കൊളുത്താൻ പോയതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ചന്ദ്ര പറയണം അതൊക്കെ ശരിയാണ്, ഞങ്ങൾ പോയി, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളെൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു, കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ചിന്നുവിനെ കാണുന്നുണ്ടായിരുന്നില്ല, ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ചത്. ശങ്കർ എൻ്റെ മോളെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയണം ഒരു പക്ഷേ അമ്പലത്തിൻ്റെ പുറകിൽ ഉണ്ടാവും എന്ന് പറയുമ്പോൾ രുക്ക് പറയണ അയ്യേ അവിടെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. വിജയ് ശങ്കർ ചോദിക്കുകയാണ് നീ ശരിക്കും നോക്കിയോ, മോള് തനിച്ച് എന്തായാലും വരാൻ ഇടയില്ല എന്ന് പറയുമ്പോൾ അതെ എന്ന് പറയുന്നു. ഒരു പറയണേ ഇല്ല ചിന്നു അവിടെ ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ വിജയ് ശങ്കർ പറയുകയാണ് ഞാൻ എന്തായാലും പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സത്യനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ സീതമ്മ ചന്ദ്രയോട് ചോദിക്കുകയാണ് നീ എന്താ മോളെ ശ്രദ്ധിക്കാഞ്ഞത് എന്ന് ചോദിക്കുന്നു. പറയണേ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു സീതമ്മ അവളെന്ന് പറയുന്നു. അപ്പോൾ സീതമ്മ പറയുകയാണ് കാടാണ്, അതിൻ്റെ കൂടെ രാത്രിയും കുട്ടിക്ക് ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം വിജയ് ശങ്കറും സത്യനും കൂടിയിട്ട് കാട്ടിൻ്റെ ഉള്ളിൽ ചിന്നുവിനെ തിരഞ്ഞു പോവുകയാണ്. വിജയ് ശങ്കർ ചിന്നു എന്ന് വിളിക്കുകയാണ്. ശേഷം ചിന്നു ഒരു കാട്ടിനുള്ളിൽ ബോധമില്ലാതെ കിടക്കുന്നതാണ് കാണിക്കുന്നത്. ശേഷം അർച്ചന ഇങ്ങനെ ഓർക്കുകയാണ്. ഒരു ദിവസം ചിന്നു അർച്ചനയോട് ചോദിക്കുന്നുണ്ട് നമ്മൾ ഇന്ന് കുടുംബക്ഷേത്രത്തിൽ പോവുക എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട് നമുക്ക് പോവാൻ നീ ധൃതി കൂട്ടാതെ എന്ന് പറയുന്നു. അപ്പോൾ ചിന്നു പറയുകയാണ് സീതമുത്തശ്ശി വരുമോ, സീതമുത്തശ്ശി ഫ്രീ ആയിരിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അർച്ചന പറയുകയാണ് ഇല്ല നമുക്കൊരു ദിവസം പോവാം എന്ന് പറയുന്നു. അങ്ങനെ അർച്ചന എടുത്തുകൊണ്ട് സീതമ്മയെ വിളിക്കുകയാണ്. അതിനുശേഷം സീതമ്മ ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് പറയുകയാണ് അർച്ചനയാണ് വിളിക്കുന്നത്, ഞാൻ എന്താ അവളോട് പറയുക, ചിന്നുവിനെ അന്വേഷിച്ച് വിളിക്കുന്നതായിരിക്കും, എന്തായാലും ഫോൺ എടുക്കാമെന്ന് പറഞ്ഞിട്ട് സീതമ്മ ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ്. അർച്ചന ചോദിക്കുകയാണ് സീതമ്മ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ സീതമ്മ പറയുകയാണ് ഞാൻ കുടുംബക്ഷേത്രത്തിലൊന്ന് തൊഴാൻ വന്നതാണെന്ന് പറയുന്നു. അർച്ചന അപ്പോൾ ചിന്നു വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സീതമ്മ പറയുകയാണ് ചന്ദ്രകാന്തത്തിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്,
വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതല്ല, ചിന്നു വന്നിട്ടുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അതിനുശേഷം അർച്ചന സീതമ്മയോട് ചോദിക്കുകയാണ്, ഇതെന്തേ ആദ്യം എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് അർച്ചന കോള് കട്ട് ചെയ്യാണ്. ശേഷം അർച്ചന അച്ചുവിനോട് വണ്ടി എടുക്കാൻ പറയുകയാണ്. അപ്പോൾ സീതമ്മ മനസ്സിൽ വിചാരിക്കുകയാണ്, അർച്ചന എന്തായാലും മോളെ അന്വേഷിച്ച് വരാതിരിക്കില്ല, എന്തായാലും അർച്ചന വിളിച്ച കാര്യം ഇപ്പോൾ ഇവിടെ ആരോടും പറയണ്ട എന്ന് പറയുന്നു. അപ്പോഴേക്കും സത്യനും വിജയശങ്കറും കൂടിയിട്ട് ചിന്നുവിനെ അന്വേഷിച്ച് തിരിച്ചു വരികയാണ്. രുക്കു ചോദിക്കുകയാണ്, ഏട്ടാ കണ്ടോ, ചിന്നുവിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാം കണ്ടില്ല എന്ന് പറയുന്നു. ഈ കുട്ടി ഇതെവിടെ പോയി എന്ന് പറയുന്നു. അപ്പോൾ വിജയശങ്കർ പറയാണ്, നീയായിരുന്നു മോളെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്ര പറയാണ്, ഞാനൊന്ന് കണ്ണടിച്ച് പ്രാർത്ഥിച്ച് തുറക്കുമ്പോഴേക്കാണ് അവളെ കാണാതായതെന്ന് പറയുകയാണ്. മുത്തശ്ശി പറയുകയാണ്, ഇനി എന്ത് ചെയ്യും വിജയ, അർച്ചന ഇതറിഞ്ഞ പ്രശ്നമാവുമല്ലോ എന്ന് പറയണം. അപ്പോൾ വിജയശങ്കർ പറയണം, നമുക്ക് പോലീസിനെ അറിയിക്കുക, അവർ കണ്ടുപിടിക്കുക എന്ന് പറയണം. അപ്പോൾ ചന്ദ്ര പറയുകയാണ്, അത് വേണ്ട, നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം, ചിന്നു ചിലപ്പോൾ വരുമെന്ന് പറയണം. ബോധം കെട്ട് കിടക്കുന്ന ചിന്നുവിനെയാണ് കാണിക്കുന്നത്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.